ഇപ്പൊ തന്നെ ഈ വോട്ട് അധികാര യാത്ര കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ കുറെ വന്നതാ. പക്ഷെ അന്നേരം എന്തുണ്ടായി? നമ്മുടെ ലോക്കൽ രാഹുലിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ അതിനെ അങ്ങോട്ട് ഇട്ടുകൊടുത്തല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അതോടെ മാധ്യമങ്ങളെല്ലാം യഥാർത്ഥ രാഹുലിനെ വിട്ടിട്ട് ഈ രാഹുലിന്റെ പിന്നാലെ പോയി. അത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു രീതിയാ. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഉണക്കമീനിന്റെയും മാട്ടിറച്ചിയുടെ ചൗവിന്റെയും മണമടിച്ചാല് ഇതുങ്ങളെല്ലാം ആ ഭാഗത്തോട്ട് അങ്ങ് പൊക്കോളും. ഞങ്ങളത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു, അവരതിന്റെ പിന്നാലെ പോയി. വോട്ടധികാര യാത്ര ഗോവിന്ദ. അതാണ് കേരളത്തിൽ സംഭവിച്ചത്. പക്ഷെ ബേബി സഖാവ് പറയുന്നത് ചാനലുകളിലൊക്കെ എന്ത് വന്നാലും പത്രങ്ങളിൽ വന്നാലും വന്നില്ലേലും രാഹുൽ ഗാന്ധി ബീഹാർ ഇളക്കി മറിക്കുവാന്നാ പറയുന്നത്. ആ തേജസ്വി യാദവ് കൊണ്ടുകൂടെ RJD നേതാവ് ലല്ലു പ്രസാദ് യാദവിന്റെ മകൻ, ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം രാഹുലിന്റെ പ്രസംഗം കേൾക്കാൻ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്.